ഏയ് ഇതാരാ? അവിടെ ചെത്തന ആളാണ്. ഇവിടെ തെങ്ങുണ്ടോ? ഇല്ല, ഈ സ്റ്റുഡിയോയുടെ പുറത്തേ നിറച്ച ആൾക്കാരായി പോയി. അവിടെ ചെത്തന ആളാണ്. തെറ്റി കയറിയതാ? ഞാനേ മറ്റേ ആളെന്ന് കാണാൻ വേണ്ടി വന്നു. ആരെ? നമ്മുടെ ഈ മൈക്കെടുത്ത് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ ഇവിടെ, ചുരുണ്ട മുടിയൊക്കെ ഉള്ള മൈക്കിൾ ജാക്സനെ പോലെ ഇരിക്കണം. അവരെ കാണാൻ വേണ്ടി വന്നതാ? ഒന്ന് കാണണം, ജസ്റ്റ് ഒന്ന് കയ്യിലും തുടർന്ന ഒരു ഫോട്ടോ എടുക്കണം, അത്രേ ഉള്ളൂ. ഒരാഗ്രഹം അത്രേ. അപ്പൊ ഇത് അവിടെ വന്നപ്പോ അവിടെ സെക്യൂരിറ്റി ആരും ഉണ്ടായിരുന്നില്ലേ? സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി രാജിവെച്ച് പോയി. എങ്ങനെ? സെക്യൂരിറ്റിക്ക് ഭയങ്കര ചാടയാൻ വന്നപ്പാ ഞാൻ പറയുന്നത് കയറ്റി വിടാൻ പുള്ളി വിടത്തില്ലെന്ന്. ഞാൻ അപ്പൊ തന്നെ 2 ഗ്ലാസ് എടുത്ത് കൊടുത്ത് പുള്ളി ഫിറ്റായി പോയി. ഇയാൾക്ക് ഫിറ്റായി കഴിഞ്ഞപ്പോ പുള്ളി രാജിക്കത്ത് എഴുതി കൊടുത്തു പോയി. ഞാൻ വേറെ ചാനൽ തുടങ്ങുന്നു പറഞ്ഞു, ഫിറ്റും പുറത്താണ് അത് പോയി. അപ്പൊ നിങ്ങൾ ചെത്തുകാരനാണാ? ഓ, മറ്റേ കാണാൻ പറ്റുമോ? ആരെ? അവരെയാ? തൽക്കാലം അവരൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുകയാണ്. നിങ്ങൾ ഏതായാലും കയറി വന്നത് ആ ഇരിക്കുന്നവർ മുഴുവൻ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. താലപ്പൊലിക്ക് വേണം സെറ്റ് സാരിയെ കൊടുത്ത്. അല്ല, എന്തെങ്കിലും വകുപ്പിലൊന്നും കയ്യിലും അല്ല, അത്യാവശ്യ കാര്യങ്ങൾ എന്നോട് ചോദിക്കുക. അവരോട് താലപ്പൊലിക്കാണോ അവരുടെ വായലനാമൊക്കെ കേട്ടാണ്ടല്ല കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മുടെ അടുത്തുള്ള ആ നിലയ്ക്കാണ്. അപ്പൊ ഇപ്പൊ എന്താ വേണ്ടത് നിങ്ങൾക്ക്? ആ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നോക്കണം. ആ കൊച്ചിനെ ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോണം. പറയാൻ പറ്റില്ല. അതായത് ഇവിടെ വിളിച്ച് ഓരോരുത്തരെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പെൺകുട്ടിനെയാണോ? അപ്പൊ കാണാനൊന്നും പറ്റില്ല. ഇയാൾ പോയി വന്ന വഴിക്ക് തന്നെ പോ. അടിക്കുവാ? എന്താ? ആരെ? ഞാനാ? ഇപ്പൊ ഒരുത്തൻ അടിച്ചിട്ടാണല്ലോ രാജിവെച്ച് പോയത്. സെക്യൂരിറ്റി. അപ്പൊ ഞാനും എന്റെ പണിയെ അവസാനിപ്പിക്കുന്ന ഇവിടുന്ന് അല്ലേ? ഇയാള് പോയി കഴിക്കൂല? ഇല്ല, കഴിക്കില്ല. പേരെന്താ? പേര് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ? എന്റെ പേരാ? ദിനേശ്. ദിനേശ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേരും ഉണ്ട്. പേര് പിന്നെ ഞാൻ പറഞ്ഞുതരാം. എവിടെ പോയി നമ്മളെ? നമസ്കാരം. നമസ്കാരം. അവരൊക്കെ എത്ര നേരമായെന്നറിയാം. അവരൊക്കെ വന്നിട്ട് ആ ചേച്ചിമാര് അല്ല. അപ്പൊ എന്തായാലും തന്നെ അന്വേഷിച്ച് ഒരാളിവിടെ വന്നിരുന്നു. തന്നെ ഒന്ന് കാണണം, തന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, കയ്യിലൊരു മുത്തന്തൽ എന്തൊക്കെയോ അയാൾ പറഞ്ഞു. പക്ഷെ എന്തായാലും അയാളുടെ പേര് അയാൾ പറഞ്ഞു ദിനേശ്. അറിയോ ദിനേശ്? ഒരു കാര്യം ഉറപ്പാ, അയാള് വലിയൊരു പൊസിഷനിലുള്ള ആളാ. വലിയ പൊസിഷനിലോ? അയാളെ കണ്ടിട്ടുള്ള സംശയമുണ്ട്. എന്തായാലും ആ വലിയ മനുഷ്യൻ അത്രയും ഉയരത്തിൽ നിന്നും തന്നെ കാണാൻ താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ കണ്ടപ്പോ ഞാൻ അയാളുടെ മനസ്സിനെ പറ്റി ആലോചിക്കുക. സത്യം അങ്ങനെ അല്ല, ഒരു നല്ല കാര്യമാണത്. അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും പൊസിഷനിൽ നിന്ന് അദ്ദേഹം താഴ്ത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണണം, നിങ്ങളെ കണ്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, കയ്യിലൊരു മുത്തം തരണം എന്നൊക്കെ പറഞ്ഞു അയാള്. അവസാനം ഒന്ന് പോ അവിടുന്ന്, വെറുതെ എന്നെ ഇതാക്കല്ലേ. മുത്തൊന്നല്ല, സെൽഫിയൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അത്ര വലിയ പൊസിഷനിൽ ആരാണോ? അത്രയും വലിയ പൊസിഷൻ ചെത്തുകാരനാ. മനസ്സിലായോ? കള്ള് ചെത്തുന്ന ഒരാളാണ് അയാൾ. തെങ്ങിന്റെ മുകളിലാണ്, അതൊരു പൊസിഷനിലുള്ള ആളല്ലേ. അയാളാണ് താഴെ ഇറങ്ങി വന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞു. ഇന്നസെന്റ് ഏട്ടാ, ഇത്ര വേണ്ടിയില്ലായിരുന്നു. ഞാൻ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് നിന്നിട്ട്, അതും ഫാത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ ഇട്ടിരിക്കണേ അല്ലേ? എന്നിട്ടൊരു ചെത്തുകാരൻ വന്നു പോയി ചോദിച്ചു നോക്കാം അവരോട്. അപ്പൊ എന്നിട്ട് ഇന്നസെന്റ് ഏട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ അവസാനം കടന്നു പോവാൻ പറഞ്ഞു. വെരി ഗുഡ്. അതാണ് പോരെ, അതെന്റെ കുട്ടിയാ. അങ്ങനെ ആയിരിക്കണം. ഇവിടെ ആര് വന്നാലും ഗെറ്റ് ഔട്ട്. വല്ല പുറത്തുനിന്ന് വല്ല ആളുകളൊക്കെ വരെ സുന്ദരന്മാര് മാത്രം വരികയാണ് ഇങ്ങോട്ട് കടത്തി വിട്ടാ മതി. അപ്പൊ നമുക്ക് പ്രോഗ്രാം തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, ആയിക്കോട്ടെ. Warrior Denim and Casuals Ulsavan Superstar presented by E3 powered by KSFE. അപ്പൊ ഇനി വരാൻ പോകുന്നത് ഒരു സുന്ദരി കുട്ടികളാണ്. പക്ഷെ പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ്. അത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് സ്വാഗതം ചെയ്യാം ആദർശ് സ്പെഷ്യൽ സ്കൂൾ ടീം. ഹായ്, എൻ്റെ പേര് എൽദയാണ്.
ഞാൻ തന്നെ ഒറ്റയ്ക്ക് നിന്നാണ് മിമിക്രിക്ക്. ആദ്യം ഞങ്ങൾ കോമഡി ഉത്സവത്തിൽ എൽദോസ് ഒറ്റയ്ക്ക് സിംഗിൾ പെർഫോമൻസിനാണ് വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ ഒരു സ്റ്റാറുകളായിട്ട് ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹഗ് തന്നെ. എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. പഠിപ്പിച്ചെന്നതോ? അപ്പൊ ഒരു ചെറിയ സോങ്ങും കൂടി വെക്കണം. എനിക്ക് ഡാൻസ് ചെയ്യണം, ഇല്ലേന്ന് ഞാൻ വിടൂല. എന്റെ കൂടെ ഡാൻസ് ചെയ്യോ? നേരത്തെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കളിച്ചില്ലേ, അതുപോലെ എന്റെ കൂടെ കളിക്കൂ. അപ്പൊ എനിക്കൊരു സോങ് വേണേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ നല്ല
മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ സർ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നിങ്ങൾ ഇത്ര ടീച്ചർക്കാണ് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റാണ്. പറയൂ, ഇതൊക്കെ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. 2 ആഴ്ച കൊണ്ടാണ് ഈ ടീച്ചർ ഇത് സാധിച്ചെടുത്തത്. ഞങ്ങൾ 400-ന് മുകളിൽ കുട്ടികൾ അവിടെ പഠിക്കുന്നതെന്ന് തെറാപ്പി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഏതാണ്ട് 80-ന് മുകളിൽ കുട്ടികളെ ഞങ്ങൾ നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇവര് വളരെ ഉത്സാഹിച്ചിട്ടാണ് ഈ കുട്ടികളെ. ഇത് മാത്രമല്ല സാർ, ഇപ്പോൾ ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല, ആളൊരു ചെറിയൊരു ബോംബാണ്. സാറിന് വേണമെങ്കിൽ നല്ല ജോറായിട്ട് അനുകരിക്കും. ഇവൻ നല്ലൊരു മിമിക് ആർട്ടിസ്റ്റാണ്. പിന്നെ ജോൺ എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. യെസ്, ഇയാളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു എക്സലൻറ്റ് കലണ്ടർ മെമ്മറിയാണ്. കഴിഞ്ഞ 5 വർഷം ലീപ് ഇയർ ഒഴിച്ച്, ലീപ് ഇയർ ശേലം പ്രയാസം വരെ 5 വർഷത്തിനകത്ത് മുൻപോ പിൻപോ ഏത് ഡേറ്റ് സാറ് ചോദിച്ചാലും അതിൻ്റെ ഡേ അവൻ പറയും. സർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടാലന്റ് ഒന്ന് ചെക്ക് ചെയ്താലോ? ആദ്യം നമുക്ക് കലണ്ടറിന്റെ പെർഫോമൻസ്. ഇന്നസെന്റ് ഏട്ടന്റെ ബർത്ത്ഡേ എപ്പോഴാണ്? എന്റെ വിട്ടേക്ക്, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട. വേണ്ട, നമ്മൾ ആ കുട്ടികളെ കൊണ്ട് ആരോടെങ്കിലും പറയിപ്പിക്കാം. അവിടുത്തെ അതൊരു 2018 ജനുവരി 2 ചൊവ്വാഴ്ച. 2017 മെയ് 14 ഞായറാഴ്ച. 2018 ഒക്ടോബർ 4 വ്യാഴാഴ്ച. 2019 മെയ് 1 ബുധനാഴ്ച. 2018 ഒക്ടോബർ 30 ഇന്ന്. എന്തായാലും നമ്മൾ ഞെട്ടിപ്പോയി. ഞാനിവിടെ ടീച്ചറിന്റെ കഴിവാണ് അത് കൂടുതൽ ആണ്. ഓക്കെ, ടീച്ചറെ നമ്മൾ ആദരിക്കുന്ന ഈ ഒറ്റ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പടം കണ്ടിട്ടുണ്ട്. അതിനകത്ത് ദിലീപിന്റെ ആക്ഷൻ അതങ്ങനെ തന്നെ അവൻ കറക്റ്റായിട്ട് കാണിക്കുകയാണ്. ഓഹോ, അതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാവോ എന്ന് പോലും അവൻ്റെ മനസ്സിലില്ല. അവനത് തറവായിട്ട് അവൻ്റെ മനസ്സിൽ അതിൻ്റെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ആ നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുഴപ്പമില്ലാത്ത നമ്മളിൽ പലരും വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളൊക്കെ എത്രയോ താഴെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികളെ, ഇതിപ്പോൾ അവിടുത്തെ ഇത്തിരി ഭേദപ്പെട്ട കുട്ടികളാണ്, അല്ലാത്ത കുട്ടികളെയൊക്കെ അവർ പരിചരിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മദർ തെരേസ ചെയ്തതിനേക്കാളും വലിയ പുണ്യമാണ്. ഇവരൊന്നും അമ്പലത്തിൽ പോണ്ട, പള്ളിയിൽ പോണ്ട, ഇത് തന്നെ ചെയ്താൽ മതി. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുകൂടെ ഞാൻ പറയുക. നമുക്ക് ഹീറോന്റെ സ്പെഷ്യൽ പെർഫോമൻസ് കാണണ്ടേ? പിന്നെ റെഡിയല്ലേ? കാലക്കട നീ വരട്ടെ. അമ്മ, അമ്മന്റെ മകൻ കുമ്മിറ്റം പഠിക്കാൻ പോയി. അമ്മ, മുല്ലപ്പും പല്ലിലോ കവിളിലോ അല്ലിമലമിഴിയിലോ ഞാൻ മയങ്ങി. എന്റെ പെണ്ണെ വളർച്ചയടി. അമ്മ
ഒന്ന് പോ ഉള്ള തയ്ക്കപ്പെടലടാ പൊന്നപ്പൻ പൊന്നപ്പൻ. എൽദോ സൂപ്പർ ഹീറോ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇന്നസെന്റ് ഏട്ടന്റെ ഒരു ഡയലോഗ് വിട്ടോ. എന്റെ അമ്മേ പറയോ? ആ. എന്റെ അമ്മ. വാരിയർ ഡെനിമൻ കാഷ്വൽസിന്റെ ഒരു അടിപൊളി സമ്മാനം കൂടെ ഉണ്ട്. ഹീറോ ഓൾ ദ ബെസ്റ്റ്. ഇനി ഈ വേദിയിൽ വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സോളോ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അബീഷ് ആന്റണി. ലോകമെമ്പാടുമുള്ള മലയാളികൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിലാണ്. എന്തായാലും കോമഡി ഉത്സവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താ പറയുക ഒരുപാടുണ്ട്. നമ്മൾക്കൊരുപാട് ഗൾഫ് ട്രിപ്പുകളും അതുപോലെ തന്നെ ഡിസംബറിൽ ഷൂട്ട് ചെയ്യുന്നൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എന്തായാലും ഈ ഒരു പ്രോഗ്രാമും എല്ലാവരും കാണണം. നിങ്ങൾ തന്ന സപ്പോർട്ട് അത് വലുതാണ്, ഇനിയും തുടർന്നുണ്ടാകണം. പറയൂ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് സ്റ്റാർസും അതുപോലെ തന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സും ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലാണ്. പഴയ മലയാള സിനിമയിൽ നിന്ന് തുടങ്ങാം. പണ്ടത്തെയൊക്കെ നസീറിൻ്റെയും ജയൻ്റെയൊക്കെ വടക്കൻ പാട്ട് മലയാള സിനിമകളിൽ അവർ കുതിരയുടെ പുറത്ത് പോകുമ്പോഴുണ്ടാകുന്ന കുതിരയുടെ കുളമ്പടി, അന്ന് കാലത്ത് തിയേറ്ററിൽ DTS എന്നൊരു സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് തിയേറ്ററിൽ DTS ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ കാലത്ത് ജയൻ നസീർ സിനിമ കാലഘട്ടത്തിൽ അവരൊരു കുതിരയുടെ പുറത്ത് പോകുമ്പോൾ ആ കുതിരയുടെ കുളമ്പടി അധികം എഫക്റ്റ് ഒന്നുമില്ലാത്ത ഒരു കുതിര കുളമ്പടിയാണ്. അത് ഞാനൊന്ന് കാണിക്കാം. ഇനി ഇത് നമ്മളൊരു തമിഴ് സിനിമയിലാണ് കാണുന്നതെങ്കിൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം നമുക്കറിയാം തമിഴ്നാട്ടിൽ ഒരാൾ മരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകുന്നത് വളരെ കൊട്ടും പാട്ടും ആഘോഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ കുതിരക്കുളമ്പടിക്ക് അതിൻ്റെ ഒരു താളമൊക്കെ ഉണ്ട്. നമ്മുടെ ശിവാജി സാർ, MGR സാറൊക്കെ ഗാനരംഗത്ത് കുതിരയുടെ പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കുതിരയുടെ കുളമ്പടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ പഴയ കാലത്തെ ഹിന്ദി സിനിമ. നമുക്കറിയാം അമിതാഭ് ബച്ചനും അംജിത് ഖാനൊക്കെ പഴയ ഹിന്ദി സിനിമയിൽ സങ്കട രംഗത്ത് പോകുമ്പോൾ ഈ വെടിവെപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കുതിരയുടെ പുറത്ത് പാറയുടെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന സീനുകളൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ആയിരിക്കും ഈ സംഘടനം. അപ്പോൾ അതിൽ പോകുന്ന കുതിരയ്ക്ക് ഈ 3 ടോണും ഇല്ല, വേറൊരു ടോണാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാത്തവരാരും തന്നെ ഉണ്ടാവില്ല, എല്ലാവരും ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഈ ട്രെയിൻ നമ്മൾ പോകുന്ന വഴി ഈ ബോംബെയിലൊക്കെ പോകുമ്പോൾ കൊങ്കൺ വഴി പോകുമ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി പോകണതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അകലേന്ന് വരുന്ന ഈ ട്രെയിനിൻ്റെ ശബ്ദം തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ശബ്ദം അങ്ങോട്ട് മാറും. അതൊന്ന് ഞാൻ കാണിക്കാം. ഇനി കുറച്ച് സ്റ്റാഴ്സ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ന്യൂ ജനറേഷൻ താരങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നും തിയേറ്ററിൽ നമ്മൾക്ക് പല നടന്മാരെയും നമുക്ക് ശരിക്കും സ്ക്രീനിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ സിനിമയിലെ നമ്മുടെ പഴയ താരങ്ങൾ ഒരു ഗാനം ആലപിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഞാനൊന്ന് കാണിക്കാം. റെഡിയല്ലേ? പിന്നെന്താ? ഇതിൽ ലാസ്റ്റ് ഇന്നസെന്റ് ഏട്ടനുണ്ട് കേട്ടോ. അപ്പൊ നിനക്ക് ഇവിടുന്ന് പോണ്ടേ? എന്നെ കളിയാക്കി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയണം. ഇല്ലില്ല, അയ്യോ ഇല്ലല്ലേ? അല്ല, ഞാൻ ഇയാളോട് പറയാം. ഇയാളിപ്പോ നമ്മുടെ സെറ്റിലുള്ള ആളാണ്. അതെ, ഞാൻ പേടിക്കണ്ട. ഓക്കെ.
മോനെ ബാലകൃഷ്ണ, കൊച്ചല്ല കള്ള നായിൻ്റെ മോനെ. നമ്മുടെ പഴയ താരങ്ങൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ വേണ്ടി പോയ മക്കളെ, എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ചാൽ മാത്രം മതി. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, കണ്ണാളെ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ കൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം പിന്നെ ജീവിതം തുടക്കം മാംഗല്യം പിന്നെ ജീവിതം തുടക്കം മാംഗല്യം പിന്നെ ജീവിതം. ഞാൻ മൈക്ക് ജനാർദ്ദന് കൈമാറുക. എന്തായാലും ഇവിടെ വരെ വന്ന് ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കഥയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൽക്കണവൻ, കണ്ണാതീവേ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുതിയെടുക്കും പടവീരൻ. ഹേ ഇന്നോ നിലകടകം, ഹേ ഇത് പൊടയങ്കം. ഇത് കാണാ കൊച്ചു ഖലീഫ. എല്ലാവരും ഒന്ന് ഉഷാറാവുന്നുണ്ടെങ്കിൽ ബാക്കി പാട്ട് ഞാൻ പാടാ, ഇല്ലെങ്കിൽ കുത്തി മലത്തുന്നതാണ്. കേട്ടോ നീ കേട്ടോ, ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോ നീളം മാറോ ചൊല്ലുന്നു. കണ്ണ എൻ കണ്ണ ഞാൻ കള്ളത്താക്കോൽ തീർക്കും, മേലെ പക്ഷിക്കൊപ്പം മേലെ വിണ്ണിൽ പാറും ഞാനും. തടങ്ങളിൽ തളച്ചുകെട്ടാൻ മനസ്സിന് ഒരു വതി ഉണ്ടല്ലോ. മെരുക്കടാടി കുരുക്കിടാക്കി ഏതാണടാ ഈ പാട്ട് എഴുതണത്? തുടക്കം മാംഗല്യം തുനാനി പിന്നെ ജീവിതം തുംതനാനിന. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കിളി മഴയുടെ കൂട്, കണ്ണാളെ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ കൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തുനാനീന പിന്നെ ജീവിതം തുംതനാനീനം. തുടക്കം മാംഗല്യം പട്ടി തുനാനീന പിന്നെ ജീവിതം തുംതനാനീന. തുടക്കം മാംഗല്യം തുനാനീന പിന്നെ ജീവിതം തുംതനാനീന. തുടക്കം മാംഗല്യം പുല്ലേ തുനാനീന പിന്നെ ജീവിതം തുംതനാനീന. മാംഗല്യം പിന്നെ ജീവിതം. എന്തായാലും ഇവിടെ വരെ വന്നൊരു പാട്ട് പാടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടി തരാം. എനിക്ക് തോന്നുന്നത് എന്നെ പാടി ഇപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് Correct, correct. അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, പ്രത്യേകിച്ചൊരു പ്രോഗ്രാമായിട്ട്. അതിന് അവസരമൊരുക്കിയ ഈ ഉത്സവം സൂപ്പർ സ്റ്റാറിൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രദീപ് സാറിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കോമഡി ഉത്സവം എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഇന്ന് എന്താ പറയുക, എല്ലാവരും നമ്മളെ അറിയുന്ന രീതിയിൽ ഞങ്ങളെ എത്തിച്ച ഒരു പ്രോഗ്രാമാണ്. അതിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പ്രോഗ്രാംസുകൾ നമുക്ക് കിട്ടി, ഒരുപാട് ഗൾഫ് ഷോസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ ചെന്നാലും നമ്മൾക്കൊരു പരിഗണന. ഈ കോമഡി ഉത്സവത്തിലെ കലാകാരനാണ് എന്നറിഞ്ഞാൽ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് പ്രേക്ഷകർ കാണുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ വിശേഷം ചോദിക്കാൻ വരികയായിരുന്നു, പക്ഷെ ചേട്ടൻ എല്ലാ വിശേഷം പറഞ്ഞു. എൻ്റെ ജോലി കുറഞ്ഞു. ചേട്ടാ, ഈ ഗിഫ്റ്റ് അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. വെറുതെ കൊടുത്താൽ അതൊരു മോശമാണ്. യെസ് യെസ്, ഇവിടെ വരുന്ന സൂപ്പർ സ്റ്റാറുകളാണ്.
അപ്പൊ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടൂല, ചെറിയൊരു ടാസ്ക് ഞങ്ങളുടെ വക. അത് ശരി. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പെർഫോമൻസും കൂടെ വേണം. ഓക്കെ, ചെയ്യാം. ഞാൻ കോമഡി ഉത്സവത്തിൽ ആദ്യം വന്നപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ശബ്ദം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അനുകരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾ റെഡി. ഷിബു പൊരിച്ചിട്ടാ, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ഷിബു അന്യനായിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ പറവൂരിൻ്റെ അഭിമാനമാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യണം ഷിബു, ഇത് സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ച് ഒരുപാട് വേദികളിൽ കയറണം. കിടുക്കാച്ച് പെർഫോമൻസ്, ഒന്നും പറയാനില്ല, അടിപൊളി. ഓക്കെ ആന്റണി, ഞങ്ങൾ തെറ്റിപ്പോയി, കിടുക്കാച്ചി പെർഫോമൻസ്. അപ്പൊ വാരിയന്റ് അനിമൽ കാഷ്വൽസിന്റെ ഒരു അടിപൊളി സമ്മാനം കൂടെ. അടുത്തതായിട്ട് ഈ ഉത്സവം സൂപ്പർ സ്റ്റാർ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഒരു കിടിലൻ കോംബോ പെർഫോമൻസ് ആണ്. നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷ് പാലക്കാട് ആൻഡ് ഏബിൾ ബേബി. കോമഡി ഉത്സവം ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ സ്വപ്ന വേദിയാണ്. അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതുമായിട്ടുള്ള ഒരാളാണ് ഞാൻ. കോമഡി ഉത്സവം പോലെ ഒരു വലിയൊരു ഫ്ലോറിൽ ഒരു പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ പേരിൽ തന്നെ വേറൊരു പ്രോഗ്രാമിൽ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കോമഡി ഉത്സവത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു മഹാഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന ഈ ഒരു മെഗാ പ്രോഗ്രാമിലേക്ക് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യണം. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു രണ്ടുപേരും? സുഖം. ഇന്നസെന്റ് ഏട്ടാ, പ്രോഗ്രാം കാണണോ അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കണോ? പ്രോഗ്രാം കാണാം നമുക്ക്. കോമഡി ഉത്സവത്തിലും മിഥുൻ ചേട്ടനിലൂടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതായത് കോമഡി ഉത്സവത്തിന്റെ ഒരു എപ്പിസോഡ് പോലെ ഒരു സംഭവം. ഓക്കെ. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ്കേറ്റക്കോ ഈസ്റ്റാർ. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസിന് മറ്റാരുമല്ല, നമ്മുടെ പാലക്കാട് നിന്നും സന്തോഷ് പാലക്കാട്. സന്തോഷ് എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷമല്ലേ? സന്തോഷ് പറഞ്ഞ പോലെ ഇന്നസെന്റ് ഏട്ടാ ഭയങ്കര നല്ലൊരു സിംഗറാണ് സന്തോഷ് കേട്ടോ. നന്നായിട്ട് നല്ലൊരു സിംഗർ കൂടിയാണ്. അതേപോലെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ് സന്തോഷ്. എന്താണ് സ്പെഷ്യലായിട്ട്? ഞാൻ നമ്മുടെ ഇത് മോർഫിംഗ് ആണ് ചെയ്തത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൽ നിന്നും ആരിലേക്കാണ് പോകുന്നത് നോക്കാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് കടക്ക് പുറത്ത് വരത്തിലും വരദശനൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അതായത് ഇതൊന്നറിയില്ലോ സാരല്ലോ എൻ്റെ അമ്മ. നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിൽ നിന്നും തുടങ്ങി. സിദ്ദിഖ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സന്തോഷ് ഉഗ്രനായിട്ട് ഡാൻസും ചെയ്യുന്ന നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ എന്താണ് സന്തോഷ് പറഞ്ഞു വന്നത്? സിദ്ദിഖ് സാർ അല്ലേ? അപ്പൊ സിദ്ദിഖ് സാറിന്റെ ദിലീപിനെ സിനിമയിൽ കൊണ്ടുവന്നത് നാദൃശ്യാണ്. സിനിമയിൽ കൊണ്ടുവന്നത് നാദൃശ്യാണ്. ഇത്തരത്തിൽ മിമിക്രിക്കാരെ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി കലാകാരന്മാരെ വാർത്തെടുക്കുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. മൈ ലൈഫ് between 25 years and 22 hours. Most of the secret of my energy എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്ക് കടങ്ങിപ്പോയി. സത്യത്തിൽ നിനക്കാണോ എനർജി? അതോ എനിക്കാണോ? കോമഡി ഉത്സവത്തിൽ ഏതായാലും സന്തോഷിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് നമ്മുടെ ആസിഫ എന്താണ് പറയാനുള്ളത്? എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഭയങ്കര എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു കൺഗ്രാറ്റ്സ് കേട്ടോ. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ. എന്ത് രസമായിട്ടല്ലേ, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിന്ന് നമ്മുടെ മാളാറിയുന്ന ചേട്ടനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എൻ്റെ പൊന്നെ എനിക്ക്
ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തായിട്ട് സന്തോഷം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ അടുത്തായിട്ട് കോട്ടയം പ്രദീപിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഓക്കെ സന്തോഷം. കൊള്ളാം. ഇവിടെ കപ്പയുണ്ട്, മീനുണ്ട്, ചിക്കനുണ്ട്, സ്വാദിഷ്ടമായ വിഭവങ്ങളുണ്ട്. എന്തുണ്ടല്ലോ കാര്യമില്ല കേട്ടോ. എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ പട്ടിയുണ്ട് കേട്ടോ. നോക്കി വിടരുണ്ട്, അല്ലെങ്കിൽ പട്ടി കടിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. എന്താണ് നമ്മുടെ ഹർഷി അശോകൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, എങ്ങനെയുണ്ട്? അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പാർവതി പരിണയം എന്ന് പറയുന്ന സിനിമ, പാർവതി പരിണയം സിനിമയിൽ എനിക്ക് ശരിക്കും ഒറ്റയ്ക്കൊരു സീനായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് ഡയറക്ടർ പറഞ്ഞു ഒരു സീനുണ്ട്, വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. എന്താണ്? അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ വിഷമാണ്. അപ്പോൾ ഭിക്ഷക്കാരനായിട്ട് ഡയലോഗ് സാധാരണ പോലെ അമ്മ എന്തെങ്കിലും തരണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും എൻ്റെതായ രീതിയിലൊന്ന് ചെയ്തോട്ടെ. ഡയറക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അശോകൻ ചെയ്തോളൂ. അപ്പം ഞാൻ കൈകാലില്ലാത്തവനാണ് ദൈവമേ, അമ്മ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെറ്റിലൊക്കെ ഭയങ്കര ക്ലാപ്സും ചെയ്തു. തമിഴിലെ താരരാജാവായിട്ടുള്ള ശിവാജി ഗണേശനിൽ നിന്നും ശിവാജി ഗണേശ് എന്ന് പറഞ്ഞപ്പോഴാണ് നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ കൂടിയാണ്. നന്നായിട്ട് പാട്ട് പാടും, അതുപോലെ ഡാൻസ് ചെയ്യും. എല്ലാ പരിപാടിയും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാള്, നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പറയൂ സന്തോഷം. അപ്പൊ എന്താണ് പറഞ്ഞത്? ശങ്കരാടി അല്ല, ശിവാജി ഗണേശ്. ഓക്കെ പറയൂ. ഓക്കെ, അപ്പൊ நானும் நீ கூடி சின்ன பிள்ளையா இருக்கும் போது பாட்டாளாட்டிட்டு வளர்த்தி அது ஞாபகமா இருக்கா? നീ പകപൂക്കണില്ലടാ, നിനക്ക് മുണ്ടല്ലോ ജന്മം. അയാൾ നീ മറന്നടാ. എന്താണ് കിടന്ന് ചിലക്കുന്നത്? പോയം ബ്ലാങ്കിലെ നിൽപ്പ്. ഇതിന്റെ ആഴമൊന്ന് പരിശോധിച്ച് നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഏതാണ്? ഇനി ഏത് ടൈപ്പ് ഓഫ് വോയിസ് ആണ്? ഇനി ഹാർഡാണ്. അപ്പൊ ഹാർഡ് വോയിസ് കേൾക്കാം. കേരളത്തിൽ ഓടിയെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്താണോ ഈ പറയണത്? ആരോടാ ഈ കേൾക്കുന്നത്? എന്തൊക്കെയാ കാണാൻ പോകുന്നത്? എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ആർക്കറിയാം? എന്തായാലും നല്ല പെർഫോമൻസ് ആണ്. എന്തായാലും നമ്മുടെ ലാലേട്ട ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ലാലേട്ട എന്താണ് അഭിപ്രായം? എന്താ പറയാ, അതിമനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഞാനും അതേപോലെ സിദ്ദിഖും ഒക്കെ ഇതേപോലെ പലരെയും വേദികളിലൊക്കെ അനുകരിച്ചൊക്കെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ ഇതേപോലെ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന കോമഡി ഉത്സവത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും. അപ്പൊ കോമഡി ഉത്സവം നമ്മുടെ ഉത്സവം സൂപ്പർ ചെയ്ത് കൊടിയേർക്കാൻ സമയമായിരിക്കണം. നമുക്കപ്പോ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. താങ്ക് യു. സന്തോഷം. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം വളരെ നല്ല വിശേഷങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോമഡി ഉത്സവത്തിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ എന്തിനു പറയുന്നു, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ കോമഡി ഉത്സവം എത്തിച്ചു എന്നുള്ളതാണ്. അതിലപ്പുറം വേറൊന്നുമില്ല എനിക്ക്. ഉത്സവം സൂപ്പർ സ്റ്റാറിൽ സ്റ്റാർ ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിമിക്രിക്കാരുണ്ട്. ഈ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഉത്സവ വേദിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ എത്തിപ്പെട്ടവരാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കോമഡി ഉത്സവത്തിൽ വന്നു. അതേ പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ മറ്റൊരു പ്രോഗ്രാം, അതായത് ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ പ്രോഗ്രാമില് വീണ്ടും എന്നെ വിളിക്കുക. അപ്പൊ അതൊക്കെ ഒരു സ്വപ്നതുല്യം എന്നൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. രണ്ടു പേർക്ക് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസിന്റെ അടിപൊളി സമ്മാനമാണ്. ഓമനപ്പുഴ
കടപ്പുറത്തിന്നോമനെ ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ 2018 ജനുവരി 2 ചൊവ്വാഴ്ച. 2018 ഒക്ടോബർ 30. ഇന്ന്. മുല്ലപ്പൂ പല്ലിലോ കവിളിലോ അല്ലിമലമേയിലോ ഞാൻ മയങ്ങി എന്റെ പെണ്ണെ അടി മോനെ ബാലകൃഷ്ണ, കൊച്ചല്ല കള്ള നായിന്റെ മോനെ. തുടക്കം മാംഗല്യം പിന്നെ ജീവിതം. എന്തായാലും ഇവിടെ വരെ വന്ന് ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തുടക്കം മാംഗല്യം പിന്നെ ജീവിതം. എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് കടക്ക് പുറത്ത് വരട്ടൊന്നും വരദശനൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അതായത് 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 ഇതൊന്നറിയില്ലോ സാരല്ലോ എന്റെ അമ്മ. എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഭയങ്കര എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു കൺഗ്രാറ്റ്സ് ടോ. കൈകാലില്ലാത്തവനാണ് ദൈവമേ ഈ പാവപ്പെട്ടവൻ. അമ്മ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ സെറ്റിലൊക്കെ ഭയങ്കര സാർ നമസ്കാരം. നമസ്കാരം. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോയിക്കോളാൻ. അല്ല, ഞാൻ ശ്രീകണ്ഠ സാറിന്റെ ലെറ്റർ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആരുടെ? മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠ സാറിന്റെ. ശ്രീകണ്ഠ സാറിന്റെ ലെറ്ററാ? ആ, സാറോട് ചോദിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. പരിചയപ്പെട്ടോളാൻ പറഞ്ഞു. ചീത്ത വിളിക്കരുത്, ഇറക്കി വിടരുത്, ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോളാം എന്ന് ചെത്തുകാരൻ ദിനേശൻ. ഒപ്പ് ഞാൻ പതുക്കെ വായിക്കാനുള്ളത്. 2 കുപ്പി കള്ള്. ഇതിലെവിടെ ചെയ്യുള്ളതായത്? ഇതിൽ അങ്ങനെ ഒരു സംഭവം കാണാനില്ല. ഈ പേപ്പർ തന്നു അദ്ദേഹം. ഒരാഗ്രഹമല്ല. ഇതാരാ എഴുതിയത്? നിങ്ങൾ തന്നെ എഴുതി? അത് മനസ്സിലായി. ഒരു കാര്യം പറയാം, ഈ വക തട്ടിപ്പും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട. ശ്രീകണ്ഠൻ നായർ അങ്ങനെ ഒരു കത്ത് തനിക്ക് തരൂല്ല. ഞാൻ മേലെ മനസ്സിലായില്ലേ? കണ്ടിട്ട് പോക്കോളാം. ഇത് കയ്യിൽ പിടിക്കും. തന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് അങ്ങനെ എങ്ങനെ കയറ്റി വിടുക? വിശ്വസിക്കാം.
ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിപ്പുണ്ട്. ഇത് നാറ്റിച്ചു കഴിഞ്ഞാൽ നാണക്കേടാ. മര്യാദക്ക് അവിടെ പോയി 2 വാക്ക് അവരോട് പറയാ, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കുക, തിരിച്ചു പോവാ. മിണ്ടണല്ലോ, തൊട്ടിട്ട് വെക്കോളാം. തൊടേണ്ട കാര്യമില്ല. എന്തിനാ തൊണ്ട വേണ്ട കേട്ടാ. ആ താങ്ക് യു. തട്ടത്തിൻ മറയത്തെ പെണ്ണെ, നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ. തട്ടത്തിൻ മറയത്തെ പെണ്ണെ, നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ. അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ? ഇന്നസെന്റേട്ടാ, എന്താ ഇത്? അല്ല, അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്ന് സംസാരിച്ച് ആളങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. പ്രിയണ്ട സാറിന്റെ ലെറ്റർ മേടിച്ചിട്ട് കൊടുത്തിട്ടാണ് അനുവാദം ചോദിച്ചു വന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. കാണണം, ഒരു ഫോട്ടോ എടുക്കണം, കയ്യിലും തൊടണം, അത്രേ ഉള്ളൂ. ഇന്നസെന്റേട്ടാ, അല്ല ഞാനിപ്പോ എന്താ ചെയ്യാ? അദ്ദേഹം പറയണത് അത്രേ ഉള്ളൂ. അതെ ചേട്ടാ, ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്ന ഒരാളാണ്. ഇതോ നമ്മുടെ ആഗ്രഹമല്ല, നമ്മൾ തെങ്ങേറി നിന്ന് കാണും, മാലാഖയെ പോലെ പറന്നു വന്നത്. ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ഒന്നും അങ്ങനെ തൊടാനൊന്നും പറ്റില്ല. ഒരു ആഗ്രഹമല്ല. ഇത് എന്ത് കഷ്ടാണ് ഇന്നസെന്റേട്ടാ. ഇന്നസെന്റേട്ടാ എന്താ ലെറ്റർ മേടിച്ചോണ്ട് തന്നതല്ലേ, ഒന്നും പറ. ഒന്ന് തൊട്ടോട്ടെ. ഒന്ന് പോയ ഇന്നസെന്റേട്ടാ അവിടെ നിന്ന്. ചേട്ടാ, ഇത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടേ. എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇയാള് സൈറ്റ് അടിക്കുന്ന ഇന്നസെന്റേട്ടാ. ഇന്നസെന്റേട്ടന് എന്റെ ഭാഗത്താണോ ഇയാളുടെ ഭാഗത്താണോ? ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്. ചേട്ടൻ എന്താ ഇപ്പൊ വേണ്ടേ? അങ്ങനെ തൊടാനൊന്നും പറ്റൂല. ഒരു ആഗ്രഹമാണ്, പ്ലീസ്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ താഴും? 2 ഗ്ലാസ് കള്ളം തരാം. കള്ളാ വേണമെങ്കിൽ തരാം. ഇന്നസെന്റേട്ടാ, ഇത് വലിയ കഷ്ടാണ് കേട്ടോ. ഇവിടെ ആരും ഇല്ല ഈ ചേട്ടനൊന്ന് കൊണ്ടുപോവാൻ. ഞാനില്ല, എനിക്കറിയില്ല. ലെറ്റർ ഉണ്ട്, അദ്ദേഹം അവിടെ വന്നു. മിമിക്രി കാണിക്കൂ. ഇല്ല, ചേട്ടാന്ന് വിളിച്ചെന്നെ. അത് ഞാനൊന്നുമല്ല. മനുഷ്യ, അയ്യോ അതെന്റെ ഭാര്യയാണല്ലോ. എന്റെ ദൈവം, പണി പാളി. അതെ, ഞാനിവിടെ കയ്യെത്തൊടാനും ഫോട്ടോ എടുക്കാനും വന്നാന്ന് പറയല്ലേ കേട്ടോ. ഞാൻ പെർഫോം ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു കേട്ടോ. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി നാടൻ വെച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി നാടൻ വെച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. മാറ്, പെർഫോമൻസ് ആണ്. ജയിക്കാൻ വേണ്ടി ഫ്ലാറ്റ് കിട്ടും. നീ തോപ്പിക്കല്ലേ? പ്രിയമുള്ളവരെ, അടുത്തായിട്ട് കണ്ടതാങ്ങൾ ഒരു മിനിറ്റ്, ഇതാരാ ചേട്ടന്റെ? എന്റെ ഭാര്യയാണ്. സൗണ്ട് കേട്ട വർത്താനം കേട്ടറിഞ്ഞൂടെ? ഇത് ചേട്ടന്റെ ഭാര്യയാണോ? അതെ. ഒന്നും പറയണ്ട. എന്തൊന്നും പറയണ്ട. പാലക്കാട് ചെത്തായിരുന്നു എനിക്ക്. പാലക്കാട് ചെത്താൻ പോയപ്പോ അവിടുന്ന് കിട്ടിയതാ. രാവിലെ ചെത്താനായിട്ട് ഇറങ്ങി, അവിടുന്ന് പുറത്തേക്കൊന്ന് ചെത്താറങ്ങിയപ്പോ കിട്ടിയ സാധനമാണ്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? എന്താ കാര്യം? എന്താ മത്സരം കാണിക്കാം? എന്താ മത്സരം? നിങ്ങളോട് ഞാൻ കുടംപുളി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാണോ? പിന്നെ ആൾക്കാർ കേൾക്കട്ടെ, ഞാൻ അവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുടംപുളി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു വന്നല്ലേ നിങ്ങള്? ചേട്ടന് മക്കളുണ്ടോ? 2 പേരുണ്ട്. അന്തിയും പുലരി. അന്തിയും പുലരിയോ? ഒരാള് രാവിലെ ഇറങ്ങിപ്പോവും, ഒരാള് വൈകിട്ട് ഇറങ്ങിപ്പോവും. 2 പേർക്കും പേട്ട് അന്തിയും പുലരി. നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് കാണിക്കാൻ? മനുഷ്യ കുടംപുളി എവിടെയാണോ? നോക്കടി, നല്ല പെർഫ്യൂമിന്റെ മണം. വീട്ടിലോട്ട് തിന്നാനുണ്ടോന്ന് ചോദിച്ചോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. കുടംപുളി എവിടെയെന്ന്? കുടംപുളി ഞാൻ കൊണ്ടുതരാം. നീ ഒന്ന് പോയി, ഇവിടെ ഞാൻ പെർഫോം ചെയ്യാൻ എന്താണ് പെർഫോം ചെയ്യാൻ? കൊച്ചെ എന്തോ ഇവിടെ എന്തോ പണി എന്തോ ഈ മനുഷ്യന്? ചേച്ചി ഒരു മിനിറ്റ്, ഒന്ന് ഇങ്ങോട്ട് നിന്നേ. ഈ ചേട്ടന് ഇവിടെ വന്നിട്ട് പറഞ്ഞു എന്റെ തൊടണമെന്ന് പറഞ്ഞു. എങ്ങനെ? എന്റെ കയ്യിലൊന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല. ഏത് കൈ കൊണ്ടാ തൊടേണ്ടത്? പറഞ്ഞിട്ടില്ലേ? ഈ കൈ കൊണ്ടായിരിക്കും. ചേച്ചി തല്ലല്ലോ ചേച്ചി. ചേച്ചി ഇതൊന്ന് പിടിച്ചേ. അല്ലേ നീ അത് പിടിച്ചു തീർത്തായിരുന്നു, കാരണം കാലിയാ. നടക്ക.
കുടംപുളി ഇനി കുടത്തെ പിടിച്ച് വലിക്കാൻ കുടംപുളി മേടിച്ചിട്ട് പറയാം. നീ പൊക്കോ. വന്നേ ഇങ്ങോട്ട്. പൊക്കോ. ഞാൻ വന്നേക്കാം, നീ പൊക്കോ. അങ്ങനെ വേണ്ട. എന്റെ പൊന്നു പെങ്ങളെ, സത്യത്തിലേ ഞാൻ ഈ കയ്യെ തുടരണമെന്നും പറഞ്ഞ് വന്നില്ലേ, അതെന്താ കാര്യം എന്നറിയാമോ? ഇവിടെ പോലത്തെ മരക്കൈയാണോ ഈ പെണ്ണുങ്ങൾക്കെല്ലാം എന്നറിയാൻ വേണ്ടി വന്നതാ കേട്ടോ. ഇത് അസല് മരക്കയ്യാ ചേട്ടാ, ഒന്ന് കിട്ടിയാ ചേട്ടാ. അല്ലേ കൊടംപുളി പറഞ്ഞ് ഇറങ്ങിയിട്ട് കണ്ട പെണ്ണുങ്ങളെ കയ്യെ പിടിക്കാൻ നടക്കുന്ന നിങ്ങള്. ഇന്നസെന്റ് ചേട്ടാ, പ്രശ്നം തീർന്നില്ലേ? ദയവ് ചെയ്ത്. അല്ല, ഇത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഇതിന്റെ പിന്നിൽ കൂടെ വന്ന് അങ്ങനെ വന്ന് കയറി അങ്ങോട്ട് കയറി. അത്ര ഇന്നസെന്റ് ചേട്ടൻ ഇങ്ങോട്ട് കയറാൻ അനുവാദം കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? ലെറ്റർ ഇല്ലേ? അപ്പൊ 6 ലെറ്റർ തന്നാലും ഇന്നസെന്റ് ചേട്ടൻ എങ്ങനെ കടത്തി വിടുവോ? പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ആള് ലെറ്റർ തന്നാൽ നമ്മൾ കടത്തി വിടും. എന്തായാലും ഇനി ഞാനില്ല, എനിക്ക് നല്ല ടെൻഷൻ കേറിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ നമുക്ക് നോക്കാം, അല്ലേ ഇന്നസെന്റ് ചേട്ടാ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണ്ടേ? പിന്നെ അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇന്ന് വൈൻഡപ്പ് പറയുകയാണ്. വാരിയർ ഡെനിം ആൻഡ് കാഷ്വൽസ് ഉത്സവൻ സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി പവർഡ് ബൈ KSFE.